അധികം ആരും പോയിട്ടില്ലാത്ത ഒരു റൂട്ടിലൂടെയാണ് പോകാൻ പോകുന്നത്. നമുക്കിപ്പോൾ പോകേണ്ടത് അടൂരാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പുനലൂർ മെയിൻ റോഡ് പിടിക്കാതെ ഒരു ഫോറസ്റ്റ് റൂട്ട് എന്ന് വേണേൽ പറയാം, മാമ്പഴത്തറ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് പോയിട്ടുണ്ടാവും, പക്ഷെ എന്നാലും കുറേ പേർക്ക് അറിയാത്തൊരു റൂട്ടാണ് മാമ്പഴത്തറ റൂട്ട്. അപ്പോൾ നമ്മൾ ഈ ആർച്ച് ബ്രിഡ്ജിൽ നിന്ന് മാമ്പഴത്തറ റൂട്ട് വഴിയാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകാം. മഴയത്തൊക്കെ വരണം. ഭയങ്കര കിടിലൻ വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലൻ വൈബായിരിക്കും ആ റൂട്ട്. അപ്പോൾ റൂട്ട് എങ്ങനെ പോകുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കഴുതുരുട്ടിൽ നിന്ന് ലെഫ്റ്റാണ് കയറിയേക്കുന്നത്. ഈ ഒരു പാലം കയറിയിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ നമുക്കൊരു ബോട്ടിൽ വെള്ളം വാങ്ങണം. എവിടെ നിന്നെങ്കിലും ആ കടയിൽ നിർത്തിയിട്ട് നമ്മൾ വെള്ളം വാങ്ങണം. നമ്മളിപ്പോൾ ആ കാണുന്ന വഴിയാണ് കയറി വന്നത്. അവിടെ നമുക്ക് ഈ ലെഫ്റ്റ് എടുത്തിട്ട് വേണം പോവാൻ. അപ്പോൾ മാമ്പഴത്തെ റൂട്ട് ഇവിടെയാണ് സ്റ്റാർട്ടിങ്. ഇവിടെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. നല്ല റൂട്ടാണ്. നമ്മൾ മെയിൻ റോഡിൽ പോകുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇങ്ങനത്തെ റൂട്ടുകളിലൂടെ പോകുന്നതാണ്. വെയിലുണ്ടെങ്കിലും നമുക്ക് ആ വെയിലൊന്നും അടിക്കില്ല. ആ റൂട്ട് എന്താ ഭംഗി നോക്കിയേ. വാവ്. അത് ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ. ചുറ്റും റബ്ബർ തോട്ടങ്ങൾ, പശുക്കൾ മേയുന്നു. നമ്മൾ ഫോട്ടോ എടുത്ത്. എന്ത് നല്ല റോഡാണ്. ഫുള്ള് പച്ചപ്പ്. മൊത്തം പച്ചപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പച്ചപ്പ്. കിടിലൻ റോഡ്. സൈഡ് മൊത്തം റബ്ബർ മരങ്ങളാണ്. ഉച്ചയ്ക്ക് പോലും വെയിലധികം നിലത്ത് തട്ടുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലൂടെ ചെറിയ അരുവികൾ പോകാനുള്ള അരുവികൾ ഇപ്പോൾ വറ്റിയിരിക്കുകയാണ്. മഴയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ വൈബായിരിക്കും ഇതിലൂടെ പോകാൻ. റോഡിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഇത്രയും വൈബാണ്. ഇതിലൂടെയൊക്കെ വെള്ളം പോകുന്ന സ്ഥലമാണ്. വലിയ തിരക്കും ബഹളമൊന്നും ഇല്ലാതെ റോഡ് അടിപൊളി റോഡ് എന്ന് പറയാൻ പറ്റില്ല. റോഡ് അത്യാവശ്യം കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ബൈക്കിൽ പോകുന്നവർക്ക് വലിയ പ്രശ്നമില്ലാതെ പോവാം. അവിടെ മൊത്തം വെയിലടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇങ്ങോട്ട് വെയിലൊന്നും കിടക്കുന്നില്ല. നമ്മൾ പക്ക തണലത്തൂടെയാണ് പോകുന്നത്. അത് നൈസ്, വല്ലാത്തൊരു വൈബാണ്. ചെറിയ വണ്ടികൾക്ക് വരാം, അല്ലാതെ വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ റോഡിൻ്റെ വീതി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വേറൊരു വണ്ടി വന്ന് സൈഡ് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് കണ്ട അമ്മച്ചിയൊക്കെ പറഞ്ഞ്. വൈകുന്നേരം കഴിവതും ഇങ്ങനെയുള്ള റൂട്ടുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. രാവിലെയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് പോവാം. കാര്യം ഇവിടെ ഒന്നൊരു വീടുകൾ പോലും ഇല്ല. കിടലൻ റോഡ്. സൈഡ് എന്താ ബസ് സ്റ്റോപ്പാണോ അതോ റബ്ബറിൻ്റെ വിൽപ്പന നടത്തുന്നതോ സ്ഥലമാണെന്ന് തോന്നുന്നു. സൈഡൊക്കെ ഫെൻസിങ് ആണ്. ആന അന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ചുറ്റും മലകൾ. ഇത് കൈതച്ചക്കയാണോ? കൈതച്ചക്കയാണെന്നോ തോന്നുന്നു ആ സൈഡ്. അതായത് നമ്മുടെ മെയിൻ റോഡിന് പാരലലായിട്ടാണ് ഈ റോഡ് വരുന്നത്. അപ്പം അതുകൊണ്ട് കിലോമീറ്റർ അധികം വ്യത്യാസമില്ല. പക്ഷെ എന്നാലും ചെറിയ രീതിക്ക് മാത്രമേ കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. ഇവിടെ എല്ലാവരും ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഒക്കെയാണ്. കാര്യം ഇങ്ങനെയുള്ള റോഡുകളൊക്കെ നമ്മൾ
അധികം എക്സ്പ്ലോർ ചെയ്യണം. വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ അതൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റിയ റോഡുകൾ. എന്നാലൊരു സമാധാനം. വണ്ടി ഓടുന്ന നമുക്കൊരു ക്ഷീണവും ഇല്ലാതിരിക്കുള്ളൂ. ഇവിടെ ഒരു അമ്പലം കാണാം. അത് കഴിഞ്ഞ് സൈഡിൽ ഒരരുവി പോകുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ തോട്ടങ്ങളിലിരുന്ന് ഫുഡ് കഴിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് സമാധാനം. വേറെ കാര്യമായിട്ടുള്ള ശല്യങ്ങളൊന്നും നമുക്കില്ല. അതുപോലെ ഇവിടെ ഇരുന്ന് മറ്റുള്ളവരോ തോട്ടമാണ്, അനധികൃതമായിട്ട് കയറാം. പക്ഷേ നമ്മളൊന്നും നശിപ്പിക്കാതെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. കാര്യം അവരും മെയിൻറ്റെയിൻ ചെയ്യുന്ന തോട്ടങ്ങളായിരിക്കും. ഇതുവഴി തന്നെയാണ് കേട്ടോ കൊല്ലത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന അമ്പനാട് ഹിൽസിലോട്ടും പോകുന്നത്. നമ്മളിപ്പോൾ അമ്പനാട് പോകുന്നില്ല. അമ്പനാട് ഇനിയൊരു ദിവസം എന്തായാലും നമ്മൾ വരുന്നതായിരിക്കും. ഇവിടെ ഒരു ടീ ഫാക്ടറിയൊക്കെ കാണാം. ഈ ടീ ഫാക്ടറിയിൽ നിന്ന് നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. മാമ്പഴത്തറ 10 കിലോമീറ്റർ. ചോദിക്കാം ചേട്ടനോട്. ചേട്ടാ, മാമ്പഴത്തറ ഈ റൂട്ടല്ലേ? ആ പട്ടി വരുന്നുണ്ട്, ഞാൻ പേടിച്ചു കേട്ടോ. ഓ, സൈഡ് ഫുള്ള് തോട്ടങ്ങളും. ഈ ഗോമാത, ഇതിൽ കവുങ്ങ്, റബ്ബർ എല്ലാം ഉണ്ട്. ഇവിടെ നല്ല വെയിലുണ്ട്. പക്ഷേ ഈ മരങ്ങളും കാര്യങ്ങളൊക്കെ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ തണുപ്പൊന്നും കാര്യമായിട്ട് അറിയുന്നില്ല. സൈഡിലൂടെ ഒരു അരുവിയൊക്കെ ഒഴുകി പോകുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് ആരും ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട് ഫെൻസിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് കാണുന്നത്. പക്ഷെ ചൂടില്ല കേട്ടോ. തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പുമില്ല, എന്നാൽ ചൂടുമില്ല. ഭയങ്കര മോഡറേറ്റ് ആയിട്ടുള്ളൊരു കാലാവസ്ഥ. നാഗമല്ല എസ്റ്റേറ്റ്, ഹാരിസൺ മലയാളത്തിൻ്റെ എസ്റ്റേറ്റാണ്. ഇവിടെ ഒരു കിടിലൻ ഗ്രൗണ്ടാണ്. എല്ലാ എസ്റ്റേറ്റിനകത്തും ഇതുപോലെ ഒരു കിടിലൻ ഗ്രൗണ്ടാണ്. നമുക്ക് ഈ ഗ്രൗണ്ട് മെയിൻറ്റെയിൻഡ് അല്ലെന്ന് തോന്നുന്നു, ആരും കളിക്കുന്നൊന്നുമില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഒരു അമ്പലം കാണാം. കൊള്ളാം, നല്ല കിടിലൻ സ്ഥലം. ഒരു ബസ് സ്റ്റോപ്പ്. നമുക്കിനി പോകേണ്ടത് അതിനൊരു ജംഗ്ഷൻ വരും. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഈ റോഡ് പിടിച്ചിട്ടാണ് പോകേണ്ടത്. അവിടെ ഒരു അമ്പലവും കാര്യങ്ങളും കിടിലൻ സ്ഥലമാണ്. ആൾക്കാരൊക്കെ അതിനുള്ളിൽ നിന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. നമുക്കിതുപോലെ എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഓ, കിടിലൻ വൈബ്. ഒരു തിരക്കുമില്ല. ഇന്ന് ഞായറാഴ്ചയാണ്, എന്നിട്ട് പോലും ഒരു തിരക്കില്ല. നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ഇതിലൂടെ പോകാൻ പറ്റും. ഭയങ്കര പീസ്ഫുള്ളായിട്ട്. സൈഡ് റബ്ബർ തോട്ടമൊക്കെ ഫുൾ പച്ചപ്പില്ല. അതിനുള്ളിൽ പശുക്കൾ മേയുന്ന പാർട്ടിക്കാരുടെ കൊടികൾ. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന റെക്കോർഡിങ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. റോഡ് നല്ല കിടിലൻ റോഡ്. ശരിക്കും സമാധാനത്തിൽ പോകണമെങ്കിൽ ഈ വഴി ചൂസ് ചെയ്യാം. കാറായിരുന്നു കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല, നമുക്ക് സമാധാനത്തിൽ നമുക്ക് പോവാം. മയിൽ നിൽക്കുന്നു, പെൺമയിൽ. പഴയ കെട്ടിടങ്ങൾ എല്ലാം ഒരു പക്ക പഴയ ട്രഡീഷണൽ സ്റ്റൈല്. ഇവിടെ ഒരു അമ്പലമുണ്ട്. സൈഡിൽ ഒരു ബസ്സൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മൾ ഈ റോഡ് പിടിച്ച് അങ്ങനെ പോവുക. മാമ്പഴത്തറ 8 കിലോമീറ്റർ.
പീസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ. ആനനെ ഒന്നും ഈ നേരത്ത് കാണാനുള്ളൊരു ചാൻസും ഇല്ല. വൈകുന്നേരങ്ങളിൽ മാത്രമേ ആനകൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങും. കാര്യം ഇവിടെ റോഡിലൊന്നും ആനപ്പിണ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വീടുകളൊക്കെ കാണാൻ സാധിക്കും. മേടുകളിലൊക്കെയാണ്, പുൽമേടല്ല, കാട് പിടിച്ചിരിക്കുന്ന സ്ഥലത്തൊക്കെയാണ് ആനകൾ കാണാനുള്ള ചാൻസ് ഉള്ളത്. ഇവിടെ ആനകൾ പോയ വഴിയൊക്കെ സൈഡിൽ ആനപ്പിണ്ടം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ നേരത്തെ എന്തായാലും ആനയില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ നമ്മളോട് പറഞ്ഞേനെ. ഇപ്പോൾ ആനകളൊന്നും ഇല്ല. ഈ സൈഡൊക്കെ ആനപ്പിണ്ടങ്ങളൊക്കെ കാണാൻ പറ്റും. ഓ, നമുക്കൊരു കിടിലം വ്യൂ പോയിൻ്റ് വരുന്നുണ്ട്. എൻ്റെ മോനെ, കിടിലൻ വ്യൂ പോയിൻ്റ്. കിടിലൻ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലൻ വ്യൂ. താഴത്തൂടെ ഒരു റോഡ്, ഒരു കാറ് കയറി വരുന്നു. കിടിലൻ വ്യൂ. നോക്കുക, നമുക്കിനി ആ വഴിയാണ് പോകേണ്ടത്. അവിടെ നിന്ന് ഇങ്ങനെ കയറി ഒരു കാറ് വരുന്നുണ്ട്. നല്ല കാറ്റും കിടിലൻ വ്യൂ. നമ്മളിനി ഈ എസ് കർവ് കഴിഞ്ഞ് താഴത്തോട്ട് പോകണം. നമുക്ക് അടിപൊളി വ്യൂ ആട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കേ. കിടിലം വ്യൂ ആണ് സൈഡ്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആനകൾ നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ അറിയുന്നുണ്ടാവില്ല. കാര്യം ആന നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാട് പിടിച്ച് നിൽക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ആനപ്പിണ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് കിടലും റോഡാ. ഇനി നമുക്ക് ആ പോയിന്റിൽ പോയി നിർത്താം. അവിടെ നിന്ന് എങ്ങനെ വ്യൂ ഉണ്ടെന്ന് നോക്കാം. അവിടെ ഇതൊരു കിടിലൻ സ്പോട്ടാണ് നിർത്താൻ. ഫുൾ മഞ്ഞപ്പൂക്കൾ. ആഹാ, എന്ത് ഭംഗി. അപ്പം നമ്മൾ ഈ വ്യൂ കുറച്ച് നേരം നിന്ന് ആസ്വദിച്ചു. എന്നിട്ട് പതുക്കെ വണ്ടി എടുക്കുക. ഇനി ഇഷ്ടംപോലെ കാഴ്ചകൾ ഫ്രണ്ടിൽ കാണാനുണ്ട്. അപ്പം അതുകൊണ്ട് നല്ല നല്ല സ്പോട്ടുകളിൽ നിർത്തുന്നു, ഫോട്ടോ എടുക്കുന്നു, കുറച്ച് നേരം എൻജോയ് ചെയ്യുന്നു. ഇതൊക്കെ തന്നെയല്ലേ നമുക്കും വേണ്ടത്, സമാധാനം. കണ്ടോ, രണ്ട് ചേട്ടന്മാർ ആ വ്യൂവിലൊന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഇത് അത്യാവശ്യം കാടായി. ആനയ്ക്കിഷ്ടപ്പെട്ട സാധനങ്ങളാണ് രണ്ട് സൈഡിലുള്ള. ഓൾറെഡി നമ്മുടെ മുന്നിലൊരു വണ്ടി പോയതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഇവിടെയൊക്കെ നല്ല തണുപ്പ്. പുറമേ നിങ്ങൾ കണ്ടല്ലോ എത്രത്തോളം വെയിലടിക്കുന്നുണ്ടെന്നൊന്ന്. പക്ഷെ ഇവിടെ ഭയങ്കര തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. ഒരു സൂര്യപ്രകാശം പോലും നിലത്ത് തട്ടുന്നില്ല. ആലോചിച്ച് നോക്കണം എന്ത് കിടലും റൂട്ടായിരിക്കും എന്നുള്ളത്. വിഷ്വൽ ബ്യൂട്ടി, ആ സിനിമയിൽ പറയുന്ന പോലെ വിഷ്വൽ ബ്യൂട്ടി അല്ലേ ഇതൊക്കെ. ഇവിടെ ആനപ്പിണ്ടമൊക്കെ ഉണ്ട്. രാത്രികാലങ്ങളിൽ ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഇത്. ആന വന്ന വഴിയൊക്കെയാണ് ഈ മേളിൽ കാണുന്നത്. ആന കുത്തി മറിച്ചിട്ടതും മറ്റുള്ള തീറ്റ കഴിച്ചതും ഒക്കെ. ഇതൊക്കെ ആനത്താരകളാണ് ഓരോന്നും. ഇനി കുറേ ദൂരം ഇറക്കമാണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ട് വരുന്നത്. വീണ്ടും നമുക്ക് ഒരു വളവ് തിരിഞ്ഞ് താഴത്തോട്ട് ഇറങ്ങണം. കോർണറിൽ
ആനപ്പിണ്ടം, പഴകിയ ആനപ്പിണ്ടങ്ങൾ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ആനപ്പിണ്ടം ആന എന്ന് പറയുന്നതൊക്കെ നിങ്ങൾ ചുമ്മാ വെറുപ്പിക്കാനല്ല കേട്ടോ, എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പറഞ്ഞു പോകുന്നു. എത്രത്തോളം ആൾക്കാർക്കത് വെറുപ്പിക്കുന്നുണ്ടാവുമെന്നുള്ളത് എനിക്കറിയില്ല, ക്ഷമിക്കുക. കാര്യം എൻ്റെ ഒരു വൈബ് ഇതൊക്കെ തന്നെയാണ്. നമ്മളിങ്ങനെ പോകുമ്പോൾ മുന്നിലൊരു ആന വന്ന് നിൽക്കുക, അല്ലെങ്കിൽ ദൂരത്ത് ആന മേഞ്ഞിരിക്കുക, അതൊക്കെ ഒരു വല്ലാത്തൊരു അഡ്രിനാൾ തന്നെയല്ലേ. ഓ, വാട്ട് എ പീസ്ഫുൾ റൂട്ട്. എനിക്ക് റെക്കോർഡിങ് ശരിക്കും സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നില്ല, അത്രയും കിടിലനായിട്ട് റൂട്ട്. ഇതൊക്കെ ആന മറിച്ചിട്ടതായിരിക്കാം. അതെ, ആനപ്പിണ്ടമൊക്കെ കിടക്കുന്ന ആന കുത്തി മറിച്ചിട്ട് പിന്നെ അത് മുറിച്ചതാണ്. കിടിലൻ റൂട്ട്. ഈ റോഡിൻ്റെ ഒരു വളവ് കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് നിർത്തിയതാണ്. അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു വന്ന് ഇവിടെ നിന്ന് അങ്ങനെ ഒരു എസ് പോലത്തെ വളവാണ്. ഇവിടെ നിന്ന് കാണാൻ അടിപൊളിയാണ്. ഈ ക്യാമറയിലൂടെ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് വന്ന് നിങ്ങളത് എൻജോയ് ചെയ്യുന്നതിന് വേണം. അത്രയും കിടിലനായിട്ടുള്ളൊരു വഴി. നമുക്കെന്തായാലും പോവാം. സമയം ഇപ്പോൾ ഏകദേശം 3 മണിയായി, 3:20. ഇതാണ് ആ എസ് വളവ് പോലെ. സൈഡ് മൊത്തം റബ്ബർ മരങ്ങൾ ഇങ്ങനെ താഴോട്ട് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് മേളിലോട്ട് റബ്ബർ മരങ്ങൾ. നമ്മളിങ്ങനെ പയ്യെ പോയിക്കൊണ്ടിരിക്കുക. ഈ സൈഡ് ഈ ഡിവൈഡർ, സേഫ്റ്റി ഡിവൈഡർ വെച്ചതാണ് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ആനപ്പിണ്ടം അടുത്ത് ഇടയിട്ട് ആനപ്പിണ്ടം, അതിനടുത്ത് നിന്ന് സ്മെല്ല് വരുന്നുണ്ട്. 1-2 ദിവസം മാത്രം ചിലപ്പോൾ പഴക്കം ഉണ്ടാവുള്ളൂ. 3 മണിയായി. ഇപ്പോൾ ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് പോയായിരുന്നു. വൈകുന്നേരം ആളുകൾ ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും പോലീസ് ജീപ്പ് വന്നത്. ഈ റോഡിൻ്റെ ഭംഗി പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല, അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള റോഡ്. മാമ്പഴത്തറയ്ക്ക് ഇനി 4 കിലോമീറ്ററാണുള്ളത്. ഓ, കിടിലം. നിങ്ങളെന്നാ നോക്കിയേ, ഒന്നും പറയാൻ കിട്ടുന്നില്ല സത്യത്തിൽ. റോഡ് അത്രയും ഭംഗിയാണ്. സൈഡ് മരത്തിൻ്റെ ചില്ലകളൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. കാറ്റടിച്ചിട്ടാവാം. മഴക്കാറ് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ മഴ പെയ്യുന്ന ലക്ഷണമില്ല. ഇതെല്ലാം പ്രൈവറ്റ് എസ്റ്റേറ്റുകളാണ്. നമ്മളതിനിടയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വല്ലാത്തൊരു വൈബ് തന്നെ കേട്ടോ അത്. നമ്മളവിടെ നിന്ന് കുറച്ചുപേരും ഇങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോൾ റബ്ബർ മാറി ഒരു സൈഡ് കൈതച്ചക്ക, പൈനാപ്പിളായി. എന്തൊരു ഫ്രെയിമാണെന്ന് നോക്കിക്കേ. പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന കൊടി. വല്ലാത്തൊരു വൈബ് തന്നെ. പഴയ കെട്ടിടം, കൈതച്ചക്ക. വാട്ട് എ ഫ്രെയിം. ഓ, ഈ സൈഡ് കംപ്ലീറ്റ് കൈതച്ചക്ക കേട്ടോ. സൂര്യൻ ഏകദേശം അസ്തമിക്കാറായില്ല എന്ന മട്ടിൽ നിൽക്കുന്നു. 2 സൈഡും ഫുള്ള് കൈതച്ചക്ക തോട്ടങ്ങളാണ്, പൈനാപ്പിൾ തോട്ടങ്ങളാണ്. ഓ, വാട്ട് എ വൈബ്, വാട്ട് എ ഫ്രെയിം. ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റാണ്. അതിന് നടുവിലൊരു വീട്. എന്തൊരു കിടിലൻ ഫ്രെയിമാണ്. മുന്നിലൊരു മല. കൊള്ളാം. സൺഡേ ആയിട്ട് പോലും തിരക്ക് ഭയങ്കര കുറവാട്ടോ. അത്രയും പീസ്ഫുള്ളായിട്ടുള്ള റോഡാണ്. സൈഡ് കംപ്ലീറ്റ് ഫെൻസിങ് ആണേ, കംപ്ലീറ്റ് ഫെൻസിങ്. ആനയുടെ ശല്യം അപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ.
മൊത്തം ഫെൻസിങ്. അതേ നോക്കാം, ആ ദൂരത്തോളം കൈതച്ചക്ക കൃഷി. പിന്നെ നമ്മൾ വീണ്ടും റബ്ബറിലോട്ട് പോവുകയാണെന്നാണ് തോന്നുന്നത്. നമ്മൾ കൈതച്ചക്ക കഴിഞ്ഞു, വീണ്ടും റബ്ബർ തോട്ടത്തിലോട്ട് കയറി. വീണ്ടും ആ ഒരു ഇരുട്ട് മൂടിയ തണലിലോട്ട് വീണ്ടും വന്നു. ഇതും വല്ലാത്തൊരു ഫ്രെയിം തന്നെ കേട്ടോ. സൈഡ് ആ റബ്ബർ മരങ്ങളിലെ ആ പച്ചയും മഞ്ഞയും കളറിലുള്ള ടാപ്പ് ചെയ്ത ഭാഗത്ത് വെച്ചേക്കുന്നത് ഇങ്ങനെ ദൂരത്തേക്ക് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതേ അവിടെ കുറച്ച് പിള്ളേർ കുളിക്കുന്നുണ്ട്. ചെറിയ അരുവി പോലത്തെ, ചെറിയ അരുവി തന്നെയാണ്. അപ്പോൾ അതിനുള്ളിലോട്ട് വഴിയില്ല, വഴി തീർന്നു. വീണ്ടും നമ്മൾ പൈനാപ്പിൾ തോട്ടം. അതെ ചേട്ടാ, ആ ആ കണ്ടോ പോലീസ് പോയോ ചോദിക്കുക. ഇത് വീണ്ടും നമ്മൾ കൈതച്ചക്കയുടെ സ്ഥലത്തെത്തിയിരിക്കുന്നത്. ആ മല മൊത്തം കൈതച്ചക്ക കേട്ടോ. ആ സൈഡ് ഫുള്ള് ഫോറസ്റ്റ്, ഡീപ്പ് ഫോറസ്റ്റ് ആവും. ഒരു സൈഡ്, രണ്ട് സൈഡും കൈതച്ചക്ക. പോലീസുകാരവിടെ ചെക്കിങ് ഉണ്ട്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഫുള്ള് കൈതച്ചക്ക കേട്ടോ. ആ മല ഫുള്ള് കൈതച്ചക്ക. നാഗമല എസ്റ്റേറ്റ്, ഹാരിസൺ മലയാളത്തിൽ നാഗമല എസ്റ്റേറ്റ്. ബഡ് ഇട്ടതാണോ പൊതിഞ്ഞ് വെച്ചേക്കുന്നത്? അപ്പോൾ ബഡ് ഇട്ടിട്ടുണ്ട്. മല കംപ്ലീറ്റ് കൈതച്ചക്ക. ഇവിടെ എന്തോ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഹാരിസൺ മലയാളത്തിൻ്റെ എസ്റ്റേറ്റ്. മാമ്പഴത്തറ എത്തി. അതെ, നമുക്ക് നേരെയാണ്. വീണ്ടും നമ്മൾ കാട്ടുവഴിയിലൂടെ പോവാണ്. വീണ്ടും ഇച്ചിരി ഭീകരത നിറഞ്ഞ കാട്. അവിടെ ബോർഡ് ഉണ്ടായിരുന്നു, കാട്ടുവഴിയാണ്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീടുകൾ വീണ്ടും കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു എസ്റ്റേറ്റിൽ താമസിക്കുന്ന ആൾക്കാരുടെ വീടുകളും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നത്. ഇവിടെ ഭയങ്കര തണുപ്പ് കേട്ടോ. ഇവിടെ ഭയങ്കര തണുപ്പാണ്. എന്താ ഫ്രെയിമെന്ന് നോക്കിക്കേ. സൈഡ് മരങ്ങൾ, കിടിലൻ. ഇവിടെ ഭയങ്കര തണുപ്പാട്ടോ, ഭയങ്കര തണുപ്പാണ് ഇവിടെ. നല്ല അടിക്കാട്. വല്ലാത്ത എക്സൈറ്റ്മെൻറ്റാണ് പോകുന്ന സമയത്ത്. വൈകുന്നേരമായി, ഏകദേശം 3:30 ഇനി പോകുന്ന സമയത്ത് സൂക്ഷിച്ച് വേണം പോകാൻ. ആനശല്യമുള്ള റൂട്ട് കൂടിയാണ്. തന്നെയാണ് മെയിൻ റോഡും. ഇവിടുത്തെ ആൾക്കാർക്ക് പോയി വരാണെങ്കിൽ ഇത് തന്നെയാണ് മെയിൻ റോഡ്. നമുക്ക് പതുക്കെ പോവാം. നിർത്തുന്നില്ല അവിടെയും. കാര്യം നേരം കുറച്ച് ഇരുട്ടി വരുന്നു. വിട്ടടിച്ചും പോകുന്നില്ല, എന്നാൽ പതുക്കെ പോകുന്നുള്ളൂ. ഇതിനൊരു അന്തിയില്ലേ ഈശ്വര എന്ന് പറയുന്ന പോലെ. എന്ത് ജാതി വൈവ, വല്ലാത്ത വൈബ്. ഒരു മനുഷ്യനില്ല റോഡിൽ, നമ്മൾ മാത്രം. ഇതും അച്ചൻകോവിൽ വന്ന പോലത്തെ അതേ റൂട്ടാട്ടോ. രണ്ട് സൈഡും കാടുകൾ, റോഡ്, അടിക്കാട് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ആ സൈഡ് എന്തോ ചെറിയ അരുവി ഉണ്ടെന്ന് തോന്നുന്നു. ചെടിയൊക്കെ മൂടി നിൽക്കുന്നതുകൊണ്ട് കാണുന്നില്ല. ഇഷ്ടം പോലെ ആനപ്പിണ്ടങ്ങൾ കാണാൻ പറ്റും. ഫ്രഷായതൊന്നുമില്ല. ഓ, റോഡ് വല്ലാത്ത റോഡ് തന്നെ. പീസ്ഫുള്ളായിട്ട് നമുക്ക് പോവാം. ആ, നല്ല റോഡ് ഇവിടെ അവസാനിച്ചെന്ന് തോന്നുന്നു. ഇനി കുറച്ച് അഡ്വഞ്ചറസ് ആവാം. ഇലയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്.
നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ സ്ലോ മോഷനിൽ വീഴുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇവിടെ റോഡ് അത്യാവശ്യം മോശമാണ്. സെയിം അച്ചൻകോവിൽ നമ്മൾ ഇന്നലെ വന്ന അതേ റൂട്ട് പോലെ. വണ്ടികളുടെ കാറുകളുടെ അടി തട്ടാനുള്ള ചാൻസും കാണുന്നുണ്ട്. സൈഡൊക്കെ സൂക്ഷിച്ച് നോക്കിയിട്ടാണ് പോകുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും സ്പോട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അടിപൊളി വൈബായിരുന്നു. അവിടെ മുന്നിൽ വേറൊരു വണ്ടി കൂടെ പോയിട്ടുണ്ട്. ഇവിടെയും ആ ബോർഡ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കുക. നമുക്കിനി ഏകദേശം ഒരു 11 കിലോമീറ്ററോളം ഇതുപോലെ ഉള്ള റൂട്ടായിരിക്കണം. ഗൂഗിൾ മാപ്പ് അങ്ങനെ പറഞ്ഞു. ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് കറക്റ്റായിട്ട് അറിയില്ല. ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്നുണ്ട്. ഈ സൈഡ് കംപ്ലീറ്റ് തേക്ക് മരങ്ങളാണ്. ഈ സൈഡ് കാട്ടിൽ വേറെ മരങ്ങളാണ്. നമ്മുടെ മുന്നിൽ ഇവിടെ പണിക്ക് വരുന്ന ചേട്ടന്മാരാണ്. അടുത്ത ഇടയുള്ള ആനപ്പിണ്ടം. ചെറിയൊരു നനവുണ്ട്. നല്ല ഡീപ്പ് ഫോറസ്റ്റ് ആട്ടോ അങ്ങോട്ടേക്ക്. ഡീപ്പ് ഫോറസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് ഫോറസ്റ്റ്. ഇതിലൂടെ വണ്ടിയും കൊണ്ട് വരുന്നവരൊക്കെ സൂക്ഷിക്കുക. എങ്ങനെ എവിടെയെങ്കിലും വെച്ച് പണി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം നമ്മളിപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ഓൾട്ടോ സ്റ്റാർട്ടാവാതെ ഒരു കയറ്റത്തിൽ പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. 4-5 പേരുണ്ടായിരുന്നു അതിനകത്ത്. ഇതിലൂടെ വരുന്നവർ വണ്ടി അത്യാവശ്യം കണ്ടീഷൻ ഉള്ള വണ്ടി കൊണ്ടുവരാം. നമുക്ക് ഫ്രീ ആയിട്ട് വരാം. ഈ വണ്ടിയുടെ ബമ്പറൊക്കെ പൊട്ടി താഴെ വീണേക്കുന്നു. കാര്യം റോഡ് ഇടയ്ക്ക് അത്യാവശ്യം മോശമായിട്ടുള്ള റോഡുകളാണ്. റോഡിൻ്റെ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ നിർത്തിയതാണ്. ഇങ്ങനെ ഇറക്കം, ഇങ്ങനെ ഫുൾ ഒരു കയറ്റം. എന്ത് ഭംഗിയാണ്. നമുക്കെന്തായാലും അങ്ങോട്ടേക്ക് പോവാം. അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ്, അതുപോലെ തന്നെ കാറ്റവും. വാവ്, നമ്മൾ ഇറക്കം കഴിഞ്ഞു. ഇനി കയറ്റത്തിലോട്ട് പോകുന്നു. ശരിക്കും ഇങ്ങനെ നിൽക്കുന്ന കാടുകളാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാടുകൾ. കാര്യം നമുക്ക് സൈഡ് ആനിമൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിസിബിലിറ്റി 0ആണ്. അപ്പോൾ ഇൻ കേസ് നമ്മുടെ വണ്ടിയുടെ സൗണ്ടൊക്കെ കേട്ട് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. ഇതുപോലുള്ള സ്ഥലങ്ങളാകുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് വിസിബിലിറ്റി ഉണ്ട്, എവിടെ എന്തെങ്കിലും നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയാം. പക്ഷേ ഇതുപോലുള്ള കാടുകളിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അതിനകത്ത് നിന്നാൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ വഴിയിലോട്ട് പോകുമ്പോൾ സൂക്ഷിച്ച് പോവുക. പതുക്കെയൊക്കെ വാടേ. ഇങ്ങനെയുള്ള റോഡിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം പതുക്കെ സമാധാനത്തിൽ വരേണ്ട റോഡാണ്. അല്ലാതെ വെറുതെ പിടിച്ച് ചുമ്മാ പട്ടി ഷോ കാണിക്കാനാണെങ്കിൽ ദയവേത് ആരും ഇതിലൂടെ വരാൻ നിൽക്കരുത്. സമാധാനത്തിൽ പോകേണ്ട റോഡുകളാണ്. അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡുകളാണ്. ഒന്നാമത് ഫോറസ്റ്റ് കാട്ടുവഴി, പിന്നെ സൈഡ് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള കുത്തനെയുള്ള ഗർത്തങ്ങളാണ്. ഇതുണ്ടോ, ഇറക്കങ്ങൾ കണ്ടോ, ഡേഞ്ചറസ് ആണ് റൂട്ടുകൾ. കാർ കൊണ്ട് വരുന്നവരൊക്കെ അടിതട്ടാതെ സൂക്ഷിക്കുക. ഇത് കോൺക്രീറ്റ് റോഡ്. കോൺക്രീറ്റ് ഇവിടെ അവസാനിച്ചു. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണോ? ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണെന്നാണ് തോന്നുന്നത്. ഇത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. നമ്മളിപ്പോൾ അമ്പനാർ മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പെട്രോളിംഗ് ഉപ്പുകുഴി. നമ്മുടെ റൂട്ട് ഏകദേശം ഫോറസ്റ്റ് റൂട്ട് അവസാനിച്ചിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് പതുക്കെ പോവാം. റോഡ് ഭയങ്കര മോശമാണ്. കാർ കൊണ്ട് വരുന്നവർ സൂക്ഷിക്കുക.
റബ്ബർ എസ്റ്റേറ്റ് റോഡാണ്. പയ്യെ പോകണം, ഇല്ലെങ്കിൽ ബൈക്കിൻ്റെ അടിയും തട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിൻ്റെ ഡെപ്ത് നിങ്ങൾക്കറിയില്ല, നമുക്ക് നേരിൽ കണ്ടു കഴിഞ്ഞാൽ ഡെപ്ത് അറിയുള്ളൂ. ഈ പാലം എത്തി, നമുക്കിനി ഇവിടെ നിന്ന് റൈറ്റാണ് പോകേണ്ടത്. റൈറ്റ് സൈഡിലൂടെ ഒരു കനാൽ ഒഴുകുണ്ട്, അതിന് പാരലലായിട്ടാണ് നമ്മൾ പോകുന്നത്. കനാലിൻ്റെ ഭംഗിയും അടിപൊളി കേട്ടോ. നമ്മൾ ഫോറസ്റ്റ് റൂട്ട് നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ അത്യാവശ്യം വീടുള്ള ഏരിയയിലൂടെ പോകുന്നു. ഈ റബ്ബർ തോട്ടങ്ങളുടെ നടുവിലുള്ള അമ്പലങ്ങളെ കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗി കേട്ടോ. ഇതേ കണ്ടില്ലേ, മഞ്ഞ പൂക്കളും. കിടിലൻ വൈബ് തന്നെ ആയിരിക്കും. ഇനി മൊത്തം ഇതുപോലുള്ള റബ്ബർ തോട്ടങ്ങൾ, നമ്മൾ കയറിയ സമയത്തുള്ള റബ്ബർ തോട്ടങ്ങൾ, അതുപോലെ തന്നെയുള്ള റബ്ബർ തോട്ടങ്ങൾ ഇവിടെ. അതിനുള്ളിലുള്ള ഓരോ വീട് വൈബ് കൊള്ളാം. പത്തനാപുരം നമുക്ക് ഈ വഴിയുണ്ട്, റൈറ്റാണ്. പത്തനാപുരം, പുനലൂർ, കറവൂർ. നമ്മളവിടെ നിന്ന് റൈറ്റ് എടുത്ത് നേരെ പത്തനാപുരം റോഡിലോട്ട് കയറി. ഇവിടെ സൈഡ് അരുവികളൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടിയൊക്കെ നിർത്തി, നല്ല തെളിഞ്ഞ വെള്ളമാണ്. നമുക്കിനി എവിടെയെങ്കിലും നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്താം. ഈ സൈഡിലൂടെ നല്ല ചെറിയ പുഴ ഒഴുകുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം പേടിക്കാതെ പോവാം. ആൾക്കാരൊക്കെ ഇപ്പോൾ കയറി വരുന്നുള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാൻ. നമുക്കിനി എവിടെയെങ്കിലും പുഴ കാണുന്ന സമയത്ത് നമുക്ക് നിർത്താം. നമ്മളിവിടെ ഒരു തൂക്കുപാലം കണ്ടപ്പോൾ നിർത്തിയതാട്ടോ. നമ്മുടെ ബൈക്ക് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഒരു തൂക്കുപാലം നടന്നു പോകാൻ പറ്റില്ല, കാര്യം നടുക്കൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പം അത്രത്തോളം സേഫല്ല. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. നല്ല നൈസ് ആംബിയൻസ് ആണ് ശരിക്കും. റബ്ബർ തോട്ടം, അതിലൂടെ ഒഴുകുന്ന നദി, തൂക്കുപാലം, വൈബാ. ഇതാ അവിടെ കുറേ ചേട്ടന്മാരിരുന്ന് വൈകുന്നേരത്തെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ തൂക്കുപാലം ചുമ്മാ ജസ്റ്റ് ഒന്ന് കണ്ട് നമ്മളിനി അടുത്ത് തിരിക്കുകയാണ്. നമ്മൾ തൂക്കുപാലം കണ്ട നമ്മളവിടെ തൂക്കുപാലം കണ്ട് വണ്ടി എടുത്തു. ഇത് അച്ചൻകോവിൽ റോഡ് എന്നാണ് എഴുതിയേക്കുന്നത്. ഇതൊന്നും അവിടെ നിന്ന് അടൂർ ഭാഗത്തുനിന്ന് ഈ റൂട്ട് വന്ന് നമുക്ക് പുനലൂർ ആ ബ്രിഡ്ജ്, അവിടെ നിന്ന് അച്ചൻകോവിൽ കയറാം. ഒരു ഷോർട്ട് കട്ട് റൂട്ടൊന്നും വിചാരിക്കും. നൈസ്, നല്ല മണമുണ്ട് റബ്ബറിൻ്റെ. പിന്നെ പ്ലാന്റേഷനകത്തോടൊപ്പം റബ്ബറിൻ്റെ മണം അടിക്കാതെ എന്ന് നിങ്ങൾ ചോദിക്കായിരിക്കും. പക്ഷെ എന്നിരുന്നാലും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരു സൂര്യപ്രകാശം പോലും താഴത്ത് തട്ടുന്നില്ല കേട്ടോ. സൂര്യൻ ഏകദേശം അസ്തമിക്കാറായി. 4 മണിയായി ഇപ്പോൾ സമയം. നമുക്കിനി അവിടെ നിന്നൊരു ജംഗ്ഷൻ വരും. അവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിലോട്ട് പോകണം. ലെഫ്റ്റിലോട്ട് പോയിട്ട് വേണം നമുക്ക് ഹൈവേ, പത്തനാപുരം ഹൈവേയിലോട്ട് കയറാനായിട്ട്. ഇനിയും സേഫാണ്. ഇവിടെ നമുക്ക് ലെഫ്റ്റാട്ടോ. ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റാണ് നമുക്ക്.
പത്തനാപുരത്തേക്കുള്ള ഈ റോഡ് ശോകം റോഡാണ്, പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. ഇവിടെ പഴയൊരു താറ് ഹാർഡ് ടോപ്പാക്കി നിൽക്കുന്നു. താറാണോ? താറല്ലെന്ന്, താറ. വൈബ് അടിപൊളി വൈബാ, പക്ഷേ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. ചെറിയ വണ്ടികളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ പതുക്കെ പയ്യെ പോകേണ്ടി വരും. നമ്മൾ ബൈക്കായതുകൊണ്ട് കുഴപ്പമില്ല. നല്ല തണുപ്പുണ്ട്, ഇവിടെ നല്ല തണുപ്പുണ്ട്, തണുപ്പിന് കുറവില്ല. കാര്യം ഇത്രയും ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പുണ്ട്. പിന്നെ ഈ റോഡിൻ്റെ ഒരു ശോകാവസ്ഥ മാത്രമേ ഉള്ളൂ. കാര്യം അതിനകത്തൊക്കെ നല്ല റോഡിലൂടെ വന്നിട്ട് ഇവിടെ ഒരു ശോകം റോഡാവുന്ന സമയത്തുള്ള ഒരു പ്രശ്നം. പിന്നെ ദിസ് ഈസ് കേരളം. സോ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് അനുഭവിക്കണം. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. നമ്മൾ അതിരപ്പള്ളി റൂട്ടിലോട്ട് പോകില്ല, ആ ഒരു ഫീലാണ് ഇവിടെ ഉള്ളത്. നല്ല പൊക്കത്തിലുള്ള മരങ്ങൾ. നമ്മളങ്ങനെ പത്തനാപുരം എത്തി. നമ്മളിനി ഹൈവേ കയറി. ഇനി ഒരൊറ്റ റോഡുള്ളൂ അങ്ങോട്ടേക്ക്, 30 കിലോമീറ്റർ ഒറ്റ റോഡ്. നമ്മൾ ഹൈവേയിലോട്ട് കയറി. റൈഡ് അത്രേ ഉള്ളൂ. ആദ്യത്തെ വ്ളോഗാണ്, അതിൻ്റേതായിട്ടുള്ള പല പ്രശ്നങ്ങളും അതിനകത്തുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കും, ഞാനത് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവസാനം വരെ കണ്ടവർക്ക് വലിയ താങ്ക്സ്. കാര്യം നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനി എനിക്ക് വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം. അപ്പോൾ കൂടുതൽ വ്ളോഗ് വരുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാം. കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ ബൈ.